لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا يقولون بألسنتهم. ഖുർആൻ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ആധാരമാണ്. ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ദൈവം ജിബ്രീൽ മാലാഖ വഴിയാണ് ഖുർആൻ ആദ്യമായി അവതരിപ്പിച്ചത്. അന്ന് നബിക്ക് 40 വയസ്സായിരുന്നു. 23 വർഷം കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം പൂർത്തിയായത്. നബിയുടെ കാലത്ത് ഖുർആൻ ഗ്രന്ഥരൂപത്തിലായിരുന്നില്ല. 1-ാം ഖലീഫ അബൂബക്കറിൻ്റെ കാലത്താണ് ഖുർആൻ ശേഖരിക്കപ്പെട്ടത്. 3-ാം ഖലീഫ ഉസ്മാൻ്റെ കാലത്ത് ഗ്രന്ഥരൂപത്തിലാക്കി 7 പ്രതികൾ 7 മുസ്ലിം പ്രവിശ്യകളിലേക്ക് അയച്ചു കൊടുത്തു. ഏറ്റവും പഴക്കമുള്ള ഖുർആൻ പ്രതികൾ ലോകത്തെ പ്രധാന മ്യൂസിയങ്ങളിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനിൽ 144 അധ്യായങ്ങളിൽ 6000-ൽ പരം സൂക്തങ്ങളാണ് ഉള്ളത്. ഖുർആൻ പാരായണം മുസ്ലിങ്ങൾ ഒരു ആരാധനയായി കാണുന്നു. പക്ഷേ അർത്ഥമറിഞ്ഞാലേ യഥാർത്ഥ ആശയം മനസ്സിലാക്കി നല്ല ഭക്തരായി മാറുകയുള്ളൂ എന്നതാണ് സത്യം. അച്ചടിയുടെയും മറ്റും പരിമിതിയും പരിഭാഷപ്പെടുത്തിയാൽ ആശയം ചോർന്നു പോകുമോ എന്ന ഭയത്തിലും മലയാളത്തിൽ പരിഭാഷകൾ ആദ്യകാലം ഉണ്ടായിരുന്നില്ല. ഇന്ന് പല പണ്ഡിതരുടെയും പരിഭാഷകൾ ലഭിക്കുന്നു. ഇൻ്റർനെറ്റിലും സൗജന്യമായി മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾ ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇസ്ലാമിക സംഘടനകളും പരിഭാഷകൾ സൗജന്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. ഖുർആൻ ജാതി മത ലിംഗവ്യത്യാസമെന്നെ പ്രചരിപ്പിക്കാനായി സലഫി ആദർശക്കാരാണ് ഖുർആൻ പഠന മത്സരം വെളിച്ചം എന്ന പേരിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അമുസ്ലിങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഏതാനും വർഷമായി ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട്. സമ്മാനദാനം നടക്കുന്നത് ഇതോടനുബന്ധിച്ചുള്ള വാർഷിക സമ്മേളനങ്ങളിലാണ്. 1500 വർഷമായി ഖുർആൻ മുസ്ലിം വീടുകളിലും പള്ളികളിലും മദ്രസകളിലും ഒക്കെ കാണാം. മുസ്ലിങ്ങൾ ഖുർആനെ ബഹുമാനിക്കുന്നു. അതിനാൽ അത് വൃത്തിയായി സൂക്ഷിക്കുന്നു. എന്നാൽ ഖുർആനെ അവർ ആരാധിക്കുന്നില്ല. ഹിന്ദു മുസ്ലിം വിശ്വാസ സങ്കരമായി വളർന്ന സിഖ് മതക്കാർ 316 വർഷം മുമ്പ് രചിച്ച അവരുടെ വചനമായ ഗുരു ഗ്രന്ഥ സാഹിബിനെ ആരാധിക്കുന്നതായി കാണാം. ഒരുതരം വിഗ്രഹാരാധന. ഇസ്ലാം ഇത് ആവശ്യപ്പെടുന്നില്ല. ധർമ്മങ്ങൾ പകർത്താനാണ് ഖുർആൻ അവതീർണമായത്. قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا. ഇനി നമുക്ക് വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി 17-ാം ഘട്ടത്തിലെ നിബന്ധനകളും നിർദ്ദേശങ്ങളും എന്താണെന്ന് നോക്കാം. വിശുദ്ധ ഖുർആൻ പഠനം വ്യവസ്ഥാപിതവും വ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്. 15 വയസ്സിന് മുകളിലുള്ള ആർക്കും ഇതിൽ പങ്കെടുക്കാം. കാണാതെ പഠിക്കാതെ വീട്ടിലിരുന്ന് തന്നെ പരീക്ഷയിൽ പങ്കാളിയാവാം. ഇതോടൊപ്പം നൽകുന്ന ടെക്സ്റ്റ് സൂറത്ത് സബ് 46 മുതൽ 54 വരെയും സൂറത്ത് ഫാത്തിർ, സൂറത്ത് യാസീൻ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളും പ്രവാചക ചരിത്രത്തിലെ ഏതാനും അധ്യായങ്ങളും വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി അതോടൊപ്പം നൽകുന്ന ഉത്തരപേപ്പറിൽ എഴുതി തിരിച്ചേൽപ്പിച്ചാൽ മതി. ഫോട്ടോസ്റ്റാറ്റ് സ്വീകരിക്കുന്നില്ല. കൂടുതൽ മാർക്ക് നേടിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 1, 2, 3 റാങ്കുകാരെ തിരഞ്ഞെടുക്കുന്നതാണ്. 1-ാം റാങ്കിന് 25,000 രൂപയും 2-ാം റാങ്കിന് 15,000 രൂപയും 3-ാം റാങ്കിന് 10,000 രൂപയും സമ്മാനം നൽകും. കൂടാതെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, ശാഖാതലങ്ങളിൽ പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. നിശ്ചിത തീയതിക്ക് മുമ്പായി ഉത്തരപേപ്പർ ശാഖാപ്രവർത്തകരെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. പേര്, ഫോൺ നമ്പർ, മേൽവിലാസം എന്നിവ എഴുതി KMA അസീസ്, കൺവീനർ, വെളിച്ചം, CD ടവർ, കോഴിക്കോട് എന്ന വിലാസത്തിലും അയക്കാവുന്നതാണ്. പരീക്ഷാ ബോർഡിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും.